അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഹൗ ടു സെലക്ട് ആൻഡ് വെയർ ദ ഡ്രസ്സ്. അത് നമ്മുടെ വാർഡ്രോബ് പ്ലാനിങ്ങിൻ്റെ ഒരു സൈഡ് ഹെഡിങ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ 2-3 ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കാണ് ഹൗ ടു സെലക്ട് ആൻഡ് വെയർ ദ ഡ്രസ്സ്. നമുക്ക് എങ്ങനെയാണ് ഗാർമെൻറ്റ് സെലക്ട് ചെയ്യുന്നത്, എങ്ങനത്തെ ഡ്രസ്സ് നമ്മൾ ധരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു, അതിൽ നമ്മുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മെയിനായിട്ട് എന്തിനാണ്, സെൽഫ് കോൺഫിഡൻസ് കിട്ടുന്ന ഡ്രസ്സുകളാണ് നമ്മൾ മെയിനായിട്ടും ധരിക്കുന്നത് അല്ലേ. നമുക്ക് ചില ഡ്രസ്സ് ഇട്ട് തന്നെ അറിയാമല്ലോ, നമുക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണ്, നമ്മൾ എത്രത്തോളം കംഫർട്ടബിളാണ് അങ്ങനത്തെ ഡ്രസ്സുകൾ വേണം നമ്മൾ ധരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് വെയർ ദ റൈറ്റ് കൈൻഡ് ഓഫ് ക്ലോത്ത്സ്. നമ്മൾ കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഫിഗർ അബ്നോർമാലിറ്റിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന പോലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഫിറ്റ് നമ്മളെ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പം നെക്ക് നീളമുള്ള നെക്കാണ്, കഴുത്താന്ന് വിചാരിക്കുക, നല്ല നീളമുള്ള നെക്ക്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മളെ കഴുത്ത് ചിലപ്പം ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ കഴുത്ത് നീളം അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ നമുക്ക് ഹൈ കോളറിൽ, അതായത് ഹൈ നെക്ക് പോലത്തെ കോളേഴ്സുള്ള കുർത്തകളോ ടോപ്പുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ നീളം ഒന്നും കൂടെ കുറച്ച് കാണിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ കാലിൻ്റെ നീളം കൊണ്ട് കൂടുതലാണെങ്കിൽ ഷൂസ് വിത്ത് സ്ട്രാപ്പുകളുള്ള ഷൂസുകൾ ഉപയോഗിക്കാം. പിന്നെ നല്ല ടൈറ്റായിട്ടുള്ള ടോപ്പ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഫിഗറിന്ന് അതിനെ ഒന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന പോലെയാണ്. നമ്മുടെ ചെസ്റ്റിലുള്ള പോക്കറ്റ് അതൊക്കെ നമ്മുടെ ഫിഗറിൽ നിന്ന് നമ്മളെ മാറ്റുന്ന പോലെ, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന പോലത്തെയാണ്. പിന്നെ ഉള്ളത് ടോർസോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്ക് മുതൽ ഹിപ്പ് ബോൺ വരെയുള്ള ഭാഗങ്ങൾ. അത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, കുറയ്ക്കണം എന്ന് വിചാരിക്കുക. നല്ല നീളമുള്ള ആളാണ്, നമുക്ക് ആ ഹൈറ്റ് ഒന്ന് കുറയ്ക്കണമെങ്കിൽ നമ്മുടെ സൈഡ് ലൈൻ, സീം ലൈൻസ് അല്ലെങ്കിൽ ബെൽറ്റുകൾ, നമ്മളിപ്പം ചില ഗാർമെൻറ്റിന് നടുക്കൂടെ സ്റ്റിച്ചിങ് ഒക്കെ വരുന്നുണ്ട് അല്ലേ, നമ്മൾ അംബ്രല്ല കട്ട് ടോപ്പുകൾ വരുന്നുണ്ട്. അതായത് അതിലൊക്കെ എന്ന് പറയുമ്പം അവിടെ ഒരു സീം ലൈൻ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഒന്ന് കുറച്ച് കാണിക്കാൻ പറ്റും. പിന്നെ ബെൽറ്റ് ഇടുക, കോളേഴ്സ് ഉള്ളത് ഇടുക, പിന്നെ ബോസ്, ടൈയും ബോയൊക്കെ ഉള്ള പോലത്തെ ഇടുമ്പം നമുക്കൊന്നും കൂടെ നമ്മുടെ ടോർസോയുടെ ലെങ്ത് ഒന്ന് കുറയ്ക്കാൻ പറ്റും. പിന്നെ അടുത്ത പോയിന്റ് നമ്മുടെ പ്ലേറ്റ്സ്, ചെക്സ് ആൻഡ് പ്ലേറ്റ്സ് അറിയാമല്ലോ. അപ്പോൾ പ്ലേറ്റ്സിൻ്റെ തിക്കായിട്ടുള്ള വേർട്ടിക്കൽ ലൈൻസ് ആണെങ്കിൽ നമ്മളെ നീളം കൂട്ടും, മെലിഞ്ഞിട്ട് തോന്നുകയും ചെയ്യും വേർട്ടിക്കൽ ലൈൻസ്. പിന്നെ നമ്മളിപ്പോൾ നെക്ലേസ് ഇടുകയെന്ന് വിചാരിക്കാം, അപ്പം നമ്മുടെ നെക്ക് പിന്നെ ഒന്നും കൂടെ ചെറുതായ പോലെ തോന്നിക്കും. പിന്നെ ഫുൾ പ്രിൻ്റുള്ള ടൈപ്പ് ഡ്രസ്സുകൾ ഉണ്ടാവും അല്ലേ, നിറച്ച് പ്രിൻ്റുള്ള ടൈപ്പ് വലിയ ഡിസൈനൊക്കെ ആകുമ്പോൾ നമ്മുടെ ശരീരം ഒന്നും കൂടെ വൈഡായിട്ട് നമുക്ക് എടുത്ത് കാണിക്കും. പിന്നെ സ്കാർഫ് അല്ലെങ്കിൽ ബെൽറ്റ് എന്തെങ്കിലും നമ്മളിപ്പം ജീൻസിൻ്റെ സൈഡിലൊക്കെ ഹാങ് ചെയ്തിട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും ചിലപ്പം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കാലിന് ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ കാലിന് നീളം കൂടുതലുള്ള പോലെ ഫീൽ ചെയ്യും. പിന്നെ നമ്മുടെ പ്രിൻ്റുകൾ, ചില വലിയ പ്രിൻ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് നോക്കും. പക്ഷെ സ്മോളർ പ്രിൻ്റ് ആണെങ്കിൽ പെട്ടെന്ന് ആരും നോട്ടീസ് ചെയ്യില്ല. പിന്നെ നമ്മൾ ക്യാമോഫ്ലാജ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് പ്രിൻ്റാണ്. ക്യാമോഫ്ലാജ് എന്ന് പറയുന്നത് മെയിനായിട്ടും നമ്മൾ ഈ മിലിറ്ററി ഡ്രസ്സിനൊക്കെ ഉള്ള ഒരു കളറ് കണ്ടിട്ടില്ലേ, ഒരു ബ്രൗൺ ഗ്രീനിലുള്ള ആ ഡ്രസ്സ് എന്ന് പറയുമ്പം അവർ ഇങ്ങനെ കാട്ടിലും മറ്റേ യുദ്ധമുള്ള സമയത്തൊക്കെ അവരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് പച്ചപ്പിൻ്റെ ഒക്കെ ഇടയിലാവുമ്പോൾ അവരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്യാമോഫ്ലാജ് പ്രിൻ്റാണ് ഉപയോഗിക്കുക. അതുപോലെ ഓൾ ഓവർ പ്രിൻ്റ് ഉള്ളത് ഇട്ട് കഴിയുമ്പം നമ്മളിപ്പം ചിലർക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടാവും ഫിഗറിൽ. അപ്പോൾ അങ്ങനത്തെ പ്രിൻ്റുകൾ ഈ ബോഡി എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അതെടുത്ത് കാണിക്കാതെ ഇരിക്കും. പിന്നെ നമുക്കറിയാം നമ്മൾ പാൻറ്റൊക്കെ വാങ്ങുമ്പം കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം. ഒരുപാട് ടൈപ്പ് പാൻറ്റ്സ് അവൈലബിൾ ആണ്, ഓരോ ലെങ്ത്തിലും പല ഡിസൈനിലും പ്രിൻ്റഡും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് നമ്മുടെ എങ്ങനെയാണ് നമ്മളെ ക്ലോത്ത്സ് നമ്മളിപ്പം നല്ല ടൈറ്റ് അല്ലെങ്കിൽ ഭയങ്കര ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ വിചാരിക്കാം. പക്ഷെ അപ്പം നമുക്ക് നമ്മുടെ സൈസ് ഒന്നും കൂടെ കൂടിയ പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഗാർമെൻറ്റ് യൂസ് ചെയ്യാം.
അതായത് നമ്മുടെ വലിയ സൈസ് ആകുമ്പോൾ നമ്മൾ ഒന്നും കൂടെ എക്സാജറേറ്റ് ചെയ്യുക, ഒന്നും കൂടെ വലുപ്പത്തിലായിട്ട് നമുക്ക് ആ ഒരു അപ്പിയറൻസ് ആണ് കിട്ടുക. ഓക്കെ. പിന്നെ തിന്നർ ഫാബ്രിക്, അധികം കട്ടിയില്ലാത്ത ടൈപ്പ് ആകുമ്പോൾ നമ്മളൊന്നും കൂടെ മെലിഞ്ഞതായിട്ട് തോന്നും. പിന്നെ ബെൽറ്റ്, സ്ലിം ആയിട്ടുള്ള വേസ്റ്റാണെന്ന് വിചാരിക്കുക. വേസ്റ്റ് കുറവുള്ളവർ ബെൽറ്റ് ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ബെൽറ്റും കൂടെ ഇട്ട് കഴിയുമ്പോൾ ഒന്നും കൂടെ മെലിഞ്ഞ പോലെ അവരെ തോന്നിക്കും. പിന്നെ ടോപ്പ് ബോട്ടം ഒക്കെ ഒരു സെയിം കളറാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവരെ ഒന്നും കൂടെ തിന്നായിട്ട് തോന്നിക്കും. അപ്പോൾ ഒരേ ഷെയ്ഡിലല്ലാണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡിൽ, ഒരേ കളറിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡാകുമ്പോൾ അത്ര തോന്നിക്കില്ല. പിന്നെ ആക്സസറീസ് അറിയാലോ, നമ്മൾ ആക്സസറീസ് ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് ഓഡായിട്ട് തോന്നും. പിന്നെ ക്വാളിറ്റി, നമ്മളറിയാലോ, നമ്മൾ ഗാർമെൻറ്റ്സ് മേടിക്കുമ്പം നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തണം. പിന്നെ ലുക്ക് ആഫ്റ്റർ ക്ലോത്ത്സ്, കാരണം നമ്മുടെ ക്ലോത്ത് നമ്മൾ കെയർ ചെയ്യണം, എന്നാലേ ആ ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ. എങ്ങനെ നമ്മൾ അതിൻ്റെ വാഷ് കെയർ ഉണ്ടാവും, പിന്നെ അതിലെങ്ങനെ ഡ്രൈ ചെയ്യണം, അയൺ ചെയ്യണം, ഇതൊക്കെ ഇൻസ്ട്രക്ഷൻസൊക്കെ നമ്മൾ വാങ്ങുന്നതിലുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഗാർമെൻറ്റ് ലാസ്റ്റ് ചെയ്യില്ല, ഡ്യൂറബിലിറ്റി കുറവായിരിക്കും. അതിൽ ചില ഫാബ്രിക് എങ്ങനെയാണെന്ന് വെച്ചാൽ പിഴിയാൻ പാടില്ല, ഡു നോട്ട് റിങ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഫാബ്രിക് എടുത്ത് നമ്മൾ കഴുകി പിഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രസ്സ് കേടാവും. പിന്നെ നമ്മൾ ഫാഷൻ്റെ പുറകെ മാത്രം നടക്കരുത്. നമ്മളൊരു ഡ്രസ്സ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഫാഷൻ അതാണ്, അത് മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളെ ഫിഗർ നമുക്കത് സ്യൂട്ട് ചെയ്യുന്നതാണെങ്കിൽ മാത്രം നമ്മളത് മേടിക്കുക. അപ്പം എന്നാൽ മാത്രമേ നമുക്കത് പിന്നെ ഇട്ടാലും നമുക്ക് ആ ഒരു അട്രാക്റ്റീവായിട്ട് നമുക്ക് തന്നെ പിന്നെ ഇത് എന്താ പറയുക, കോൺഫിഡൻസ് കിട്ടൂല, അത് നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടില്ലെങ്കിൽ. അപ്പം നമ്മുടെ ഫാഷൻ എല്ലാവർക്കും എല്ലാ ഫാഷനും ചേരണം എന്നില്ലല്ലോ. നമുക്കിപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫാഷനും നമുക്ക് സ്യൂട്ടാവില്ല. പക്ഷെ നമുക്ക് സ്യൂട്ടാവുന്ന ഗാർമെൻറ്റ്സ് മാത്രം സെലക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് അവിടെ കഴിഞ്ഞു, ഹൗ ടു സെലക്ട് ഡ്രസ്സ്, ഹൗ ടു സെലക്ട് ആൻഡ് വെയർ ഡ്രസ്സ്. അപ്പോൾ അടുത്തത് ഹൗ ടു സെലക്ട് കളർ ആൻഡ് പാറ്റേൺ. പാറ്റേൺ എങ്ങനെ സെലക്ട് ചെയ്യണം നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലെ, ന്യൂട്രൽ ബേസിക് കളേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ എന്താണ് നമുക്കറിയാലോ, വാർഡ്രോബ് പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നോക്കണം. പിന്നെ നമ്മുടെ ഫിഗറിനെ ഫിഗറിന് നമ്മൾ മാച്ച് ചെയ്യുന്ന കളേഴ്സ് സെലക്ട് ചെയ്യണം. പിന്നെ എന്താണ്, കളേഴ്സ് പല കളർ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ടൈപ്പ്, അത് ഒന്നോ രണ്ടോ കളറൊക്കെ ഒരുമിച്ചുള്ളതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് കളേഴ്സുള്ള ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക, ഓഡ് മാൻ ഔട്ട് എന്നൊക്കെ പറയും. നമ്മൾ പെട്ടെന്ന് എല്ലാവരും നോക്കും അല്ലേ, ഒരുപാട് നമ്മൾ വ്യത്യസ്തമായിട്ട് നടക്കുമ്പോൾ. അത് നമ്മൾക്ക് ചേരുന്നതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരുടെ ഇടയിൽ നിന്നും ഒന്ന് മാറിയ പോലെ ആവും, ഓഡ്. പിന്നെ മൂന്നാമത്തെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി, അക്കോർഡിംഗ് ടു പേഴ്സണാലിറ്റി അല്ലേ. നമ്മുടെ ഡ്രസ്സിന് അനുസരിച്ചിട്ട് അല്ലേ, നമ്മുടെ ഹെയർ, നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഐ എല്ലാത്തിനും ഇതാക്കിയിട്ടാണ് നമ്മൾ ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബോഡി ഷേപ്പ് നോക്കണം, പിന്നെ ഒക്കേഷൻ നോക്കണം അല്ലേ. നമ്മൾ എല്ലാ സ്ഥലത്ത് പോയിട്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു മരണ വീട്ടിൽ പോകാമെന്ന് വിചാരിക്കുക, അപ്പം നമ്മൾ ആ ഒക്കേഷൻ അനുസരിച്ചുള്ള ഡ്രസ്സ് ഇടണം, അല്ലാതെ പാർട്ടി വെയർ പോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മളവിടെ പോവില്ല. അപ്പം നമ്മൾ ഒക്കേഷൻ അനുസരിച്ച് വേണം ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ. പിന്നെ ഔട്ട്ഫിറ്റ് നമുക്ക് പറ്റുന്നതാണോ, അതിന് ചേരുന്ന ആക്സസറീസ് എല്ലാം നമുക്ക് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. അതായത് നമ്മൾ വാർഡ്രോബ് ഇതാക്കുമ്പോൾ നമ്മൾ ആക്സസറീസും കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം. പിന്നെ അതിൽ 3 പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ക്ലാസിക്, ഡ്രമാറ്റിക്, റൊമാൻറ്റിക്. ഈ 3 ടൈപ്പിൽ ഡ്രസ്സ് പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ, ക്ലാസിക്കിൽ നമ്മൾ പറയുന്നത് സ്ട്രൈപ്പ്ഡ് ടോപ്പ്, ന്യൂട്രൽ കളേഴ്സ്, ന്യൂട്രൽ അറിയാലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സിനെയാണ് പറയുക. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ
ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഫുൾ ലെങ്ത്തിൽ നൈറ്റ് ഡ്രസ്സ് ആയിട്ടൊക്കെ ഇടുന്നതിനാണ് നമ്മൾ ഷിഫ്റ്റ് എന്ന് പറയുക. അപ്പോൾ ക്ലാസിക്കിൽ വരുന്നത് ഷിഫ്റ്റ് പോലത്തെ ഡ്രസ്സുകളാണ്. ഡ്രമാറ്റിക് എന്ന് പറയുമ്പോൾ കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള ടൈപ്പ് ഡ്രസ്സുകൾ. റൊമാൻറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാം, ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ജ്വല്ലറീസ് അധികം ഉണ്ടാവില്ല, അധികം എടുത്ത് പിടിക്കുന്ന ജ്വല്ലറികളൊന്നുമല്ല. പിന്നെ റഫിൾസ്, പ്ലീറ്റ്സ്, അങ്ങനെയൊക്കെ സോഫ്റ്റ് ഫാബ്രിക്കിലൊക്കെ ഉള്ള വരുന്ന ആ ഒരു ഗാർമെൻറ്റ് ടൈപ്പിന് നമ്മൾ റൊമാൻറ്റിക് എന്ന് പറയും. പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു 3 പോയിന്റ് പറയുന്നുണ്ട് വാർഡ്രോബ് പ്ലാനിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ്. അതിൽ ഫസ്റ്റ് വൺ സ്ട്രാറ്റജൈസ് ചെയ്യുക. സ്ട്രാറ്റജി അറിയാലോ, സ്ട്രാറ്റജൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഫാഷൻ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് നമ്മൾ ഫാഷൻ നമുക്ക് വേണ്ടത് നമ്മൾ സ്ട്രാറ്റജി ചെയ്യാന്ന് പറയാം. പിന്നെ ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിക്ലച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമില്ലാത്തത് നമ്മളെ ക്ലോത്തിങ്ങിൽ, അതായത് നമ്മളെ ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ക്ലോത്തിങ് സൂക്ഷിക്കുന്ന സ്ഥലം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം, ഓർഗനൈസ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള മാത്രം സാധനങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഔട്ട്ഫിറ്റ് മാത്രം വയ്ക്കുക. ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എങ്ങനത്തെയാണ് ഷോപ്പ് ചെയ്യുക, നമ്മൾ എന്താണോ നമ്മളെ ആവശ്യം, എന്തൊക്കെ പേർപ്പസിനാണോ നമുക്ക് വേണ്ടത് ക്ലോത്തിങ്, ഏതൊക്കെ പേർപ്പസിന്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഷോപ്പ് ചെയ്യുക. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള 3 പോയിൻ്റ്, വാർഡ്രോബ് പ്ലാനിങ്ങിൻ്റെ 3 പോയിൻ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ വാർഡ്രോബ് പ്ലാനിങ്ങിൽ വരുന്ന ഒരു സബ് ഹെഡിങ്സ്, നമ്മൾ എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യണം. ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമല്ല. പക്ഷേ വാർഡ്രോബ് എന്താ, വാർഡ്രോബ് പ്ലാനിങ് എന്താണെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു.